Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nastaghfiruhu wa natubu ilayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Ashhadu an la ilaha illallah wahdahu la sharika lahu. أشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിൻ്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം ഖബർ ജീവിതത്തിലും പരലോക ജീവിതത്തിലും രക്ഷപ്പെടാൻ ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധമായ ഈ ദീനിനെ, മതത്തെ തൻ്റെ സ്വഹാബത്തിന്, അനുചരന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ വിവിധങ്ങളായ രീതികൾ നമുക്ക് കാണാൻ സാധിക്കും. നമസ്കാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. നോമ്പിൻ്റെ നിർദ്ദേശങ്ങൾ, അതിൽ പാലിക്കേണ്ട മര്യാദകൾ, അത് അല്ലാഹുവിൻ്റെ പ്രവാചകൻ ആളുകൾക്ക് വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും പ്രവാചക ജീവിതത്തിലൂടെ അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുജന്മാർക്ക് ചൊല്ലി പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ മതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെയാണോ അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരിക്കൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് തൻ്റെ സഹാബത്തിന് ഇങ്ങനെ വരച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തെ പ്രവാചകൻ സഹാബിമാർക്ക് ഇങ്ങനെ വരച്ചു പഠിപ്പിച്ചു കൊടുത്തു. ഖത്തൻ നബിയു ഖത്തൻ മുറബ്ബഅ. പ്രവാചകൻ സഹാബത്തിന്റെ മുന്നിൽ ഒരു കോലെടുത്തുകൊണ്ട്, ഒരു വടിയെടുത്തുകൊണ്ട് പ്രവാചകൻ ഇങ്ങനെ ഒരു ചതുരത്തിലുള്ള ഒരു കള്ളി പ്രവാചകൻ അവരുടെ മുന്നിൽ വരച്ചു. ഒരു ചതുരത്തിലുള്ള ഒരു കള്ളി ഇങ്ങനെ വരച്ചു. ഖത്തൻ ഫിൽ വസ്തി ഖാരിജൻ മിൻഹു. എന്നിട്ട് ആ കള്ളിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നേരെ ഒരു വര, ആ കള്ളിയെ ഭേദിച്ചു പോകുന്ന തരത്തിൽ, പുറത്തേക്ക് പോകുന്ന തരത്തിൽ പുറത്തേക്ക് ഒരു വരയും വരച്ചു. ശേഷം ചെറിയ ചില വരകൾ ആ കള്ളിക്കുള്ളിൽ ഇങ്ങനെ
പുറത്തേക്ക് വരച്ച ആ വരയോട് ചേർന്ന് ആ കള്ളിക്കുള്ളിൽ ഇങ്ങനെ ചെറിയ ചില വരകളും വരച്ചു. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ജീവിതം എന്താണ് എന്നതാണ് പ്രവാചകൻ വിശദീകരിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞു, ഈ വര, ഈ ചതുരത്തിന്റെ ഉള്ളിലുള്ള ആ വരയാണ് മനുഷ്യൻ. ആ വരയെ മനുഷ്യനായി നിങ്ങൾ സങ്കല്പിക്കുക. ആ ചതുരത്തിന് പുറത്തേക്ക് പോയിട്ടുള്ള ആ വരയുടെ ഭാഗം അമലുഹു, അവന്റെ പ്രതീക്ഷയാണ്. ചതുരത്തിന് പുറത്തേക്ക് പോയിട്ടുള്ള ആ ഭാഗം മുഴുവൻ മനുഷ്യന്റെ ഈ ദുനിയാവിലെ പ്രതീക്ഷകളാണ്. അതിന്റെ ഉൾഭാഗം, ആ ചതുരത്തിന്റെ 4 ഭാഗങ്ങളുടെയും ഉൾഭാഗം, അതാണ് അജലുഹു, അത്രയേ അവന് ഇവിടെ ജീവിക്കാനുള്ളൂ. എന്നാൽ അവന്റെ പ്രതീക്ഷ എത്രയാണ്, അവന്റെ സ്വപ്നം എത്രയാണ്, അവന്റെ കണക്കുകൂട്ടലുകൾ എത്രയാണ്, അവന്റെ കാഴ്ചപ്പാട് എത്രയാണ്. ഇന്ന പ്രായത്തിൽ ഇന്നതാകണം, ഇന്ന പ്രായമെത്തുമ്പോൾ അങ്ങനെയാകണം, ഇങ്ങനെയുള്ള അവന്റെ ആഗ്രഹങ്ങളാണ് പുറത്തേക്ക് പോയിട്ടുള്ളവര. അവന്റെ ജീവിതം എത്രയേ ഉള്ളൂ, ഈ കള്ളിക്കകത്താണ് അവന്റെ ജീവിതം. അവന്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കുകയും ഒരിക്കലും നടക്കാതിരിക്കുകയും ചെയ്യുന്ന ഒന്നാണ് അവന്റെ മനസ്സിലേക്ക് വരുന്ന അഭിലാഷങ്ങൾ. ആ ചെറിയ വരയുണ്ടല്ലോ, ആ കള്ളിക്കകത്തുള്ള ആ പുറത്തേക്ക് പോയ ആ വരയോട് ചേർന്ന് വരച്ച ആ ചെറിയ വരകൾ, അത് അവന്റെ ജീവിതത്തിലെ അപകടങ്ങളാണ്, അവന്റെ ജീവിതത്തിൽ വരുന്ന ദുരന്തങ്ങളാണ്, അവന്റെ ജീവിതത്തിൽ വരുന്ന രോഗങ്ങളാണ് ആ ചെറിയ വരകൾ. വഇൻ അഖ്തഅഹു ഹാദാ, ഒരു വരയിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടാൽ നഹശഹു ഹാദാ, അടുത്ത വരയിൽ അവൻ കുടുങ്ങും. വഇൻ അഖ്തഅഹു ഹാദാ നഹശഹു ഹാദാ, കുറേ വരകൾ ഇങ്ങനെ ചേർത്ത് വരച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അടുത്തത്, അടുത്തതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ജീവിതത്തെ തന്റെ സ്വഹാബത്തിന്, അനുചരന്മാർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരച്ച് കാണിച്ചു കൊടുത്തു. അതങ്ങനെ വരച്ച് കാണിച്ചു കൊടുക്കുവാനുള്ള കാരണം, മനുഷ്യന് കുറെ പ്രത്യേകതകളുണ്ട്. വലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ ഏറ്റവും നല്ല സൃഷ്ടിപ്പ് മനുഷ്യന്റെ സൃഷ്ടിപ്പാണ്. വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കടലിലൂടെയും കരയിലൂടെയും ഒക്കെ സഞ്ചരിക്കുവാനുള്ള കഴിവവനുണ്ട്. ഇതൊക്കെയുണ്ടെങ്കിലും ആത്യന്തികമായി മനുഷ്യൻ എന്നത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. മനുഷ്യൻ എന്നത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് മേന്മകൾ നൽകിയത് അള്ളാഹുവാണ്, മനുഷ്യന് കുറവുകൾ നൽകിയതും അള്ളാഹുവാണ്, മനുഷ്യന് ന്യൂനതകൾ നൽകിയതും അള്ളാഹുവാണ്. ആ കുറവുകളിൽ ഏറ്റവും വലിയ ഒരു കുറവാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്, വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. മനുഷ്യന്റെ ഒരു പ്രത്യേകത മറ്റുള്ള മൃഗങ്ങളെ പോലെയല്ല, ജന്തുജാലങ്ങളെ പോലെയല്ല, ജീവിവർഗങ്ങളെ പോലെയല്ല. നമുക്ക് അല്ലാഹു വിശേഷ ബുദ്ധി നൽകി. അതുകൊണ്ട് നമുക്കൊരു രോഗമായാൽ, ഒരു അസുഖമായാൽ, ഒരു പ്രതിസന്ധി വന്നാൽ ഒരു പരിധി വരെ ഇത് എവിടെ എത്തുമെന്ന് നമുക്കറിയും. അപ്പൊ നമുക്ക് ബേജാറാകും, പ്രയാസമാകും. നാളെ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയില്ല എന്നത് നമ്മുടെ ദുർബലതയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ. നീ ആരാകട്ടെ, എത്ര കഴിവുള്ളവനാകട്ടെ, എത്ര ശാസ്ത്രീയമായ വിവരങ്ങൾ ഉള്ളവനാകട്ടെ, എത്ര റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിനക്ക് കണക്കുകൂട്ടാം എന്ന് പറയുന്ന കാര്യങ്ങളാകട്ടെ, നാളെ ഒരു കാര്യം, അടുത്ത നിമിഷത്തിൽ ഒരു കാര്യം ഈ ലോകത്ത് സംഭവിക്കുന്നത്, നിനക്ക് സംഭവിക്കുന്നത്, നിന്റെ കൺമുന്നിൽ സംഭവിക്കുന്നത്, നിന്റെ കുടുംബത്തിൽ സംഭവിക്കുന്നത്, നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അറിയുവാനുള്ള കഴിവ് നിനക്കില്ല. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. നീ എവിടെ വെച്ചുകൊണ്ട് മരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അതെവിടെ വെച്ച് മരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. നീ എവിടെ വെച്ചുകൊണ്ട്, എങ്ങനെ, എപ്പോൾ
ഏത് രീതിയിൽ മരണപ്പെടും എന്നതിനെ കുറിച്ചുള്ള അറിവും നിനക്കില്ല. അത് നമ്മുടെ ഒരു ദുർബലതയാണ്. ആ ദുർബലത എന്തിനാണ്? ആ ദുർബലത നമ്മുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയാലേ നല്ല ഒരു മനുഷ്യനായി നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. എവിടെ വെച്ച് മരിക്കും നമുക്കറിയൂല, എന്ന് മരിക്കും നമുക്കറിയൂല. നമുക്ക് കാഴ്ചപ്പാടുകളുണ്ട്, നമ്മളിങ്ങനെ കണക്ക് കൂട്ടാണ്. നമ്മുടെ അടുത്തുള്ളത് ബ്ലഡ് റിസൾട്ടാണ്. അത് നമ്മുടെ അടുത്തുണ്ട്. കൊളസ്ട്രോൾ എത്ര ഉണ്ട്, ഷുഗർ എത്ര ഉണ്ട്, അത് ഇന്നത് ഇത്ര ഉണ്ട്, ഫുൾ ബോഡി ചെക്കപ്പിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് നാളെ നീ പോകുമോ അതല്ല എത്ര ദിവസം ഉണ്ടാകുമോ എന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നിനക്കില്ല. അത് അല്ലാഹുവിന്റെ അടുത്തുള്ള അറിവാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്. അത് മനുഷ്യന്റെ ഒരു ദുർബലതയാണ്. അതുകൊണ്ടാണ് വാഹനമോടിച്ചുകൊണ്ട് ഗൾഫിൽ നിന്ന് വരുന്നു, ചെറിയ ഒരു പനി, വാഹനമോടിച്ചുകൊണ്ട് നമ്മുടെ എടക്കരയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ വരുന്നു. അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് കോഴിക്കോടേക്ക് കൊണ്ടുപോകണമെന്ന്. 2 ദിവസം കഴിഞ്ഞ് ആ ചെറുപ്പക്കാരനെ, സമ്പന്നനായ, ദരിദ്രനായി ജീവിച്ച് ജീവിതത്തിൽ സമ്പന്നത അള്ളാഹു നൽകി, ഒരു ചെറിയ പനിയായിക്കൊണ്ട് ജീവിതത്തിന്റെ അവസാനത്തെ സൂചന വന്ന് 2 ദിവസം കൊണ്ട് ഈ ജീവിതത്തോട് വിട പറഞ്ഞ എത്ര വാർത്തകൾ നാം വായിക്കുന്നു. അത് നമ്മുടെ ദുർബലതയാണ്. നമ്മൾ പുറത്തുനിന്ന് പറയും ഡോക്ടർമാരോട്, നമ്മൾ പുറത്തുനിന്ന് പറയും ഹോസ്പിറ്റലുകാരോട്, എത്ര പണം മുടക്കാനും ഞങ്ങൾ തയ്യാറാണ് കേട്ടോ. അപ്പൊ വല്ലാതൊരു മൂളൽ ഡോക്ടർമാർക്ക് ഉണ്ടാവില്ല. കാരണം എന്താ? ഇതങ്ങനെ പണം മുടക്കിയാൽ കിട്ടുന്ന ഒന്നല്ല ജീവിതം. എല്ലാ ജീവിതവും അങ്ങനെ കിട്ടൂല. അത് മനുഷ്യന്റെ ഒരു ദുർബലതയാണ്. തലേ ദിവസം വരെ ഭർത്താവിന്റെ കൂടെ ഗൾഫിലേക്ക് പോകാതിരുന്നത് തന്റെ സഹോദരന്റെയും സഹോദരിയുടെയും കൂടെ കുറച്ച് ദിവസം താമസിച്ചു പോകാൻ വേണ്ടി സമയമൊന്ന് നീക്കി വെച്ചതാണ്. ഭർത്താവ് പോയി, അടുത്ത ദിവസം ആക്സിഡന്റ് സംഭവിക്കുന്നു, മരിക്കുന്നു. എത്ര സങ്കടത്തോടു കൂടിയാണ് നമ്മൾ ആ വാർത്ത വായിച്ചത്. മനുഷ്യന്റെ ദുർബലതയാണ്. അത് അള്ളാഹ് നമ്മളെ പഠിപ്പിക്കാൻ, വിശ്വാസികളുടെ മനസ്സിലേക്ക് പകർന്നു നൽകുകയാണ്. മനുഷ്യരെ, വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ, നാളെ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചുള്ള വിവരം നിങ്ങളുടെ അടുത്തില്ല. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്, എവിടെ വെച്ചുകൊണ്ട് മരിക്കും എന്നതിനെ കുറിച്ചുള്ള ധാരണയും നിങ്ങളുടെ അടുത്തില്ല. 14 വയസ്സുള്ള ഒരു കുട്ടി, മലപ്പുറം ജില്ല ഫുട്ബോൾ ടീമിൽ കളിക്കുന്ന ഒരു കുട്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ എത്ര മക്കൾ ഏതൊക്കെ തരത്തിലുള്ള പഴങ്ങൾ കഴിക്കുന്നതാ. നമ്മുടെ നാടിനെ ഭീതിയിലാഴ്ത്തിയ ഒരു രോഗം നാട്ടിൽ നിന്ന് പോയി, തിരിച്ചു വന്ന് നമ്മുടെ സഹോദരന്റെ, നാം സ്നേഹിക്കുന്ന ഒരാളുടെ, നമ്മുടെ ആദർശ ബന്ധുവിന്റെ ഒരു മകൻ നിപ്പ ബാധിച്ച് ദിവസങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു. അള്ളാഹു ആ കുടുംബത്തിന് ആശ്വാസം നൽകട്ടെ. അള്ളാഹു ആ കുട്ടിക്ക് സ്വർഗം നൽകട്ടെ. അള്ളാഹു ഇങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നിന്ന് നമ്മെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ദുർബലരാണ് എന്ന് കൂടെ അഹങ്കാരിയായി തീരുന്ന മനുഷ്യനോട് അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങ് അർജുൻ എന്ന് പറയുന്ന സഹോദരൻ അവിടെ തെരച്ചിൽ നടത്തുന്നത് 100 പവൻ സ്വർണ്ണല്ല, അതല്ലെങ്കിൽ ഒരു സ്വർണത്തിന്റെ തീപ്പെട്ടിക്കൂടല്ല. അവിടെ നടത്തുന്നത് ഒരു ഭാരത് ബെൻസിന്റെ ലോറിയാണ്. നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? അവിടെ നടത്തുന്നത് വലിയ ഒരു ലോറിയാണ്. 11 ദിവസമായി തെരച്ചിൽ നടത്തുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യന്റെ ദുർബലത. എല്ലാ സാങ്കേതിക വിദ്യകളുമുള്ള, എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു രാജ്യത്ത് മനുഷ്യന്റെ ദുർബലതയെ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. അത്രേ നമ്മളുള്ളൂ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വലാ തംശി ഫിൽ അർളി മറഹ, അഹങ്കാരത്തോടുകൂടി നീ ഭൂമിയിൽ നടക്കേണ്ടതില്ല, കാരണം ഭൂമിയെ പിളർത്താൻ നിനക്ക് സാധിക്കുകയില്ല എന്ന് ഖുർആൻ പറയാനുള്ള കാരണം മനുഷ്യനെ വിനയാന്വിതനാക്കുകയാണ്. ഈ ബോധം വിശ്വാസികളുടെ മനസ്സിലുണ്ടാകും. അതുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അലാ അദുല്ലുക അലാ കൻസിൻ മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ ഒരു നിധിയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ? സ്വർഗത്തിലെ ഒരു നിധിയാണത്. അതേതാ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് മനുഷ്യന്റെ അഹങ്കാരം പോകുന്ന ഒരു വചനാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ അഹദുൻ യംലികു അൻ യതഹവ്വല മിൻ ഹാലിൻ ഇലാ ഹാലിൻ. ഒരു മനുഷ്യനും അള്ളാഹു നിശ്ചയിച്ച ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരു ഹാലിലേക്ക്, മറ്റൊരവസ്ഥയിലേക്ക് ഒന്നിനെ മാറ്റിയെടുക്കാൻ സാധിക്കുകയില്ല. വലാ അഹദുൻ
യഖ്വാ അലാ ദാലിക ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനല്ലാതെ യഥാർത്ഥത്തിലുള്ള ശക്തിയുമില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കാൻ. അതെന്താണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു? അതെന്താ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ശക്തിയും കഴിവും അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും യഥാർത്ഥത്തിലുള്ള ശക്തിയും കഴിവുമില്ല എന്നതാണ്. അതാണ് ഈ വർത്തമാനകാല സാഹചര്യത്തിലെ 2-3 സംഭവങ്ങൾ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ ദുർബലരാണ്. ഖുലിഖൽ ഇൻസാനു ദഈഫ, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ദുർബലതയോടുകൂടിയാണ്. അത് മനുഷ്യനെങ്ങനെ കാണിച്ചു തരികയാണ്. ഓരോ കുട്ടിയും ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ ദുർബലത പഠിപ്പിച്ചു തരികയാണ്. മനുഷ്യനായിരിക്കും വളരെ വളരെ നേരം വൈകി നടക്കുന്നത്, ഓടുന്നത് ഒക്കെ മനുഷ്യരായിരിക്കും. മൃഗങ്ങൾ ആലോചിച്ച് നോക്കും. പല മൃഗങ്ങളും അവര് പ്രസവിച്ചു കഴിഞ്ഞ് 1-2 ദിവസം, അല്ലെങ്കിൽ 1-2 മിനിറ്റ്, അല്ലെങ്കിൽ 1-2 മണിക്കൂർ കഴിഞ്ഞാൽ അവരവരുടെ പാടിന് പോകും. നമ്മൾ ദുർബലരാണ് എന്ന് നമ്മെ തെളിയിക്കുന്ന, നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് നമ്മുടെ ജനനം. നമ്മുടെ ജനനത്തിന് ശേഷമുള്ള ആദ്യ വർഷം. പിന്നെ മനുഷ്യൻ അല്ലാഹു ബുദ്ധി നൽകും, വിവേകം നൽകും, വൈകാരികത നൽകും. അത് നൽകി ഒന്ന് ഉഷാറാണെന്ന് തോന്നുമ്പോഴേക്ക് ഈ ദുനിയാവൊന്ന് പോകാനുമാവും. അതാണ് മനുഷ്യനെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത്. അത് അള്ളാഹു പറയുന്നത് എങ്ങനെയാണെന്നോ, യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ദരിദ്രരാണ്. നിങ്ങൾ അള്ളാഹുവിലേക്ക് ദരിദ്രരാണ്. വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്, അള്ളാഹുവാണ് സമ്പന്നൻ, അള്ളാഹുവാണ് സ്തുത്യാർഹൻ. ഇൻ യശ, അള്ളാഹു ഉദ്ദേശിച്ചാൽ, യുദ്ഹിബുക്കും, നിങ്ങളെ പൂർണ്ണമായി തുടച്ചു മാറ്റാൻ അള്ളാഹുവിനെ കൊണ്ട് സാധിക്കും. വയഅതി ബിഖൽഖിൻ ജദീദ്, പുതിയ ഒരു സൃഷ്ടി വിഭാഗത്തെ തന്നെ കൊണ്ടുവരാനും അള്ളാഹുവിനെ കൊണ്ട് സാധിക്കുമെന്നാണ്. ഇത് അടുത്തൊരു സന്ദേശമാണ്. ഒന്ന്, നമ്മൾ ദുർബലരാണ്. മറ്റൊന്നോ, മനുഷ്യരെല്ലാവരും ദരിദ്രരാണ്. എല്ലാവരും. അവിടെ അള്ളാഹുവിന്റെ വിശേഷങ്ങളിലേക്ക് ചേർത്താൻ കഴിവുള്ള ഒരു മനുഷ്യനും ഈ ദുനിയാവിൽ ജനിച്ചിട്ടില്ല. പ്രവാചകന്മാർക്ക് അള്ളാഹു പ്രത്യേക കഴിവുകൾ നൽകിയിട്ടുണ്ട്. പ്രവാചകന്മാർക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന അഭൗതികമായ, അദൃശ്യമായ, ഗൈബിയായ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിരുന്നു. അത് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തോടെ അവസാനിച്ചു. ഇനി എല്ലാവരും തുല്യരാണ്. ഇനി ഇവിടെ പ്രവാചകന്മാരില്ല, ഇനി പ്രത്യേക കഴിവുള്ളവരില്ല, ഇനി അദൃശ്യം അറിയുന്നവരില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ 11 ദിവസമായി ഒരു സഹോദരന്റെ ലോറിക്ക് വേണ്ടി, ഒരു സഹോദരന് വേണ്ടി തെരച്ചിൽ നടത്തുകയാണ്. നമുക്കറിയൂല, യുപിയിൽ 80,000 ആളുകൾക്ക് പ്രവേശിക്കാവുന്ന ഒരു പന്തലിലേക്ക് 3 ഇരട്ടി ആളുകളാണ് ഒരു ആൾ ദൈവത്തിന്റെ പന്തലിലേക്ക് പ്രവേശിച്ചത്. 2.5 ലക്ഷം ആളുകൾ. 80,000 ആളുകൾ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു പന്തലിലേക്ക് 2.5 ലക്ഷം ആളുകൾ പ്രവേശിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആ ആൾ ദൈവം തൊട്ടടുത്ത നിമിഷത്തിൽ എന്താണ് സംഭവിക്കാൻ അയാൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് 121 ആളുകൾ അവിടെ മരിച്ചത്. അയാൾ പോയ കാറിന്റെ ടയർ പതിഞ്ഞ സ്ഥലത്തെ മണലുവാരി അനുഗ്രഹമെടുക്കാൻ വന്ന 121 ആളുകൾ മരണപ്പെടുമ്പോ ഈ പന്തലിലേക്ക് എന്തിനാ ആളുകൾ വന്നത്? അഭൗതികമറിയാൻ, അദൃശ്യമറിയാൻ, ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ. സംഭവിച്ചതോ 121 ആളുകൾ അവിടെ മരിച്ചു. രാജ്യത്തിന്റെ ഇവിടെ കാവൽ നിർത്തേണ്ട പട്ടാളക്കാരെ പോലും കാവൽ നിർത്താത്ത അവസ്ഥ ഉണ്ടായി. അതൊക്കെ ഇയാളുടെ ആളുകളാ ഫുള്ള് കാവൽ നിൽക്കുന്നത് വരെ. ആലോചിച്ചു. അപ്പൊ അദൃശ്യം എന്നത് അറിയുന്ന മനുഷ്യരില്ല. കാരണം മനുഷ്യർ ദരിദ്രരാണ്. മനുഷ്യർ ദരിദ്രരാണ് എന്നതാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. മുദബ്ബിറുൽ ആലം, ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? അള്ളാഹുവാണോ അതല്ല വേറെ ആരെങ്കിലുമാണോ എന്ന് ചർച്ച നടക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, യാ അയ്യുഹന്നാസേ, മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ദരിദ്രരാണ്. ഈ ആയത്ത് തുടങ്ങുന്നതിന്റെ മുൻപൊരായത്ത് ഖുർആനിലുണ്ട്. ഈ അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, മനുഷ്യരെ നിങ്ങൾ ദരിദ്രരാണ് എന്ന് പറയുന്ന ആ ആയത്ത് തുടങ്ങുന്നതിന്റെ മുൻപുള്ള ആയത്തും ശേഷമുള്ള ആയത്തും നമ്മൾ മനസ്സിലാക്കണം. അതെന്താ പറയുക? തൊട്ട് മുമ്പുള്ള ആയത്ത് യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ. അല്ലാഹു ആരാണ്? രാവിനെ പകലിൽ പ്രവേശിപ്പിക്കുന്നു, പകലിനെ രാവിൽ പ്രവേശിപ്പിക്കുന്നു. വസഖറ ശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് അല്ലാഹു കീഴ്പ്പെടുത്തി തന്നു. കുല്ലുൻ യജ്രി ലി അജലിൻ മുസമ്മ, സൂര്യനും ചന്ദ്രനുമൊക്കെ
അതിന്റെ ഭ്രമണപഥത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറയാൻ, ദാലികുമുല്ലാഹു റബ്ബുക്കും, അതാണ് നിങ്ങളുടെ രക്ഷിതാവ്. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, ആ അല്ലാഹുവിന് പുറമെ നിങ്ങൾ അദൃശ്യമറിയുമെന്ന് വിചാരിച്ച്, അവർക്ക് പ്രത്യേക കഴിവുകളുണ്ട് എന്ന് വിചാരിച്ച്, അവർക്ക് ഈ ലോകത്ത് നാം അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ അവർക്ക് കഴിയുമെന്ന് വിചാരിക്കുന്നവരുണ്ടോ? ഇല്ല. ഈ അള്ളാഹു ഉണ്ടല്ലോ, അള്ളാഹുവിന് പുറമെയുള്ള ആരാകട്ടെ, അവിടെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെയുള്ളവർ ആരാകട്ടെ, മാ യംലികൂന മിൻ ഖിത്മീർ, വല്ലാത്തൊരു പദാണത്. അറബികൾക്ക് ഖിത്മീർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഖിത്മീർ എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴത്തോട്ടം എന്നല്ല, ഈത്തപ്പന എന്നുള്ളതല്ല, ഈത്തപ്പഴം എന്നുള്ളതല്ല. ഖിത്മീർ എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴത്തിന്റെ കുരു എന്നതുമല്ല, ഈത്തപ്പഴത്തിന്റെ കുരുവിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ഒരു വെള്ളപ്പാടയുണ്ടാകും, അതിനാണ് ഖിത്മീർ എന്ന് പറയാം. അള്ളാഹ് പറയാൻ, നിങ്ങൾ ചില ആളുകൾക്കൊക്കെ അള്ളാഹുവിന് പുറമെ വലിയ കഴിവുണ്ട്, ലോകം നിയന്ത്രിക്കാൻ കഴിയുന്നവരാണ്, ശക്തിയുണ്ട്, അദൃശ്യമുണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ, അവർക്കൊന്നും ഒരു ഈത്തപ്പഴക്കുരുവിന്റെ വെള്ളപ്പാടയെപ്പോലും ഉടമപ്പെടുത്താൻ കഴിയുകയില്ല. ഇൻ തദ്ഉഹും, നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ, ലാ യസ്മഉ ദുആഅകും, അവർ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കേൾക്കുകയില്ല. വലൗ സമിഉ, ഇനി അവർ കേൾക്കുമെന്ന് നിങ്ങൾ വാദിച്ചാൽ, മസ്തജാബു ലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും, എന്ന് മാത്രമല്ല, നാളെ അവർ നിങ്ങളുടെ പ്രാർത്ഥനയെ നിരാകരിക്കും. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങളോട് ചോദിക്കാൻ, ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ, ഞങ്ങളോട് സഹായം തേടാൻ, ഞങ്ങൾക്ക് ശക്തിയുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, ഇങ്ങനെ കൃത്യമായി ഉദാഹരണ സഹിതം കാര്യങ്ങൾ വിശദീകരിച്ചു തരാൻ അള്ളാഹുവിനെ കഴിയുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിറിലൂടെ പറയുകയാണ്. ഇത് ഈ ആയത്ത്, ഏതായത്ത്? അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിലേക്ക് ദരിദ്രരാണ് എന്ന് പറയുന്ന ആയത്തിന്റെ തൊട്ട് മുൻപുള്ള ആയത്ത്. ഇനി ഈ ആയത്ത് കഴിഞ്ഞിട്ടുള്ള ആയത്തോ? ഇത് കഴിഞ്ഞിട്ടുള്ള ആയത്ത് എന്താ അറിയോ? വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ, നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ പാപഭാരം ഒരാളും നാളെ പരലോകത്ത് ഏറ്റെടുക്കാൻ വരികയില്ല, ഒരാളും ഏറ്റെടുക്കാൻ വരികയില്ല. വഇൻ തദ്ഉ മുസ്കലത്തുൻ ഇലാ ഹിംലിക, നിങ്ങൾ പാപം ഇങ്ങനെ വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ലാ യുഹ്മലു മിൻഹു ശൈആ, ഒരാളും ആ പാപം വഹിക്കുകയില്ല. വലൗ കാന ദാ ഖുർബ, നിങ്ങളുടെ ഏറ്റവും അടുത്തയാളാണ് എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നവർ പോലും. അല്ലാഹു ഒരേ സമയം മനുഷ്യന്റെ ദുർബലതയെ കുറിച്ച് പറഞ്ഞു, അതേ സമയം അല്ലാഹു ബോധ്യപ്പെടുത്തുന്നത് എന്താണെന്നറിയോ? ദുർബലതകൾ, രോഗങ്ങൾ, അപകടങ്ങൾ, ദുരന്തങ്ങൾ, പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ, ഇതൊക്കെ വരുമ്പോ അള്ളാഹുവിനപ്പുറമുള്ള ഒരാള് നിങ്ങളുടെ ചിന്തയിലേക്ക് വരരുത്. മക്കൾ ഉണ്ടാകുന്നില്ല, ഉടനെ അള്ളാഹിനെ ചിന്തിക്കണ്ടേ? രോഗങ്ങൾ 2-3 ഒന്നിച്ച് വീട്ടിലേക്ക് വന്നു, 2-3 ആൾ ആ കുടുംബത്തിലാണ് മരണപ്പെട്ടു പോയി. അപ്പോഴേക്ക് നിങ്ങൾ വീടിന്റെ സ്ഥാനത്തെ കുറിച്ച് ആലോചിക്കേണ്ടതില്ല, അള്ളാഹിനെ കുറിച്ച് ആലോചിക്കണ്ടേ? അള്ളാഹിന്റെ പരീക്ഷണം എന്നാ ആലോചിക്കേണ്ടത്. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുന്നു, അപ്പോഴേക്ക് അള്ളാഹ്ക്ക് പുറമുള്ളവരെ കുറിച്ചല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്, മറിച്ചോ അള്ളാഹുവിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് റബ്ബ് വേറൊരായത്തിൽ പറഞ്ഞത്, യാ അയ്യുഹന്നാസേ, മനുഷ്യരെ, ദ്വരിബ മസലുൻ, ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു തരികയാണ്. അള്ളാഹ് പറയാ, ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു തരികയാണ്. ഫസ്തമിഉ ലഹു, നിങ്ങൾ ആ ഉദാഹരണം ശ്രദ്ധിച്ച് കേൾക്കണം, നിങ്ങൾ ആ ഉദാഹരണം ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ സഹായം തേടുന്നവർ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ, നിങ്ങൾ രക്ഷയുണ്ട് എന്ന് വിചാരിക്കുന്നവർ, ലൻ യഖ്ലുഖൂ ദുബാബൻ, അവർ ഒരു ഈച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല, അവർ ഒരു ഈച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല. വലവിജ്തമഉ ലഹു, ഇനി എല്ലാ വിഭാഗങ്ങളിലെയും മുഴുവൻ അള്ളാഹുവിന് പുറമെയുള്ള കഴിവുള്ളവരുണ്ട്, ശക്തിയുള്ളവരുണ്ട്, ആൾ ദൈവങ്ങളുണ്ട്, മഹാന്മാരുണ്ട്, വലിയകളുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. ഓരെല്ലാരും കൂടി ഒരു ദിവസം കൂടിയാലും ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ അവർക്ക് കഴിയുകയില്ല. ഇനി ഈച്ചയെ സൃഷ്ടിക്കണ്ട. വഇൻ യസ്ലുബുഹുമുദ് ദുബാബു ശൈആ, ഈച്ച അവരുടെ കയ്യിൽ എന്തെങ്കിലും ഉള്ളതിൽ നിന്ന് അതിന്ന് ലേശം വന്നിട്ട് അത് എടുത്തു കൊണ്ടുപോയാൽ പോലും ലാ യസ്തൻഖിദൂഹു മിൻഹു, ആ ഈച്ച കൊണ്ടുപോയാൽ ഈച്ച അങ്ങോട്ട് തരുന്ന് പറഞ്ഞ് ആ നിങ്ങളുടെ കയ്യിൽ നിന്നുള്ളതിന്റെ ഒരു ഭാഗം, ഒരു പൊട്ട്, ഒരു പൊടി കൊണ്ടുപോയാൽ അതുവരെ അവർക്ക് തിരിച്ചു വാങ്ങാൻ കഴിയുകയില്ല. അതുകൊണ്ട് അപേക്ഷിക്കുന്നവൻ ദുർബലനാണ്,
അപേക്ഷിക്കപ്പെടുന്നതാരോടാണോ അവനും ദുർബലനാണ്. ആരാണ് വലിയ? അള്ളാഹുവാണ് വലിയ. ഈ രണ്ട് ചിന്തകൾ, നാം ദുർബലരാണ്. നമ്മുടെ ദുർബലത ആരോടാണ് നമുക്ക് പറയാനുള്ളത്? അള്ളാഹുവിനോടാണ്. മനുഷ്യ ജീവിതം എന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇദാ അറാദല്ലാഹു അബ്ദൻ ഇദാ അറാദല്ലാഹു ഖബലഹു അബ്ദിൻ. ഒരു മനുഷ്യനെ അള്ളാഹു എവിടെ വെച്ചാണ് മരിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത്, ജഅല ലഹു ഫീഹാ ഹാജ, അവിടെ അള്ളാഹു ഒരാവശ്യം ആ മനുഷ്യൻ ഉണ്ടാക്കുമെന്നാണ്. ദുരന്തങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുവിനോട് പറയാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനും അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുവാനുമുള്ള മനസ്സ്, വിശ്വാസത്തിന്റെ ദൃഢീകരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.